ഹലോ ഗൈസ്, വെൽക്കം ടു നമ്മുടെ ചാനൽ ഹാപ്പി വിത്ത് ആഷ്. താങ്ക് യു. ഇനി അവിടെ പോയിരുന്നു കളിച്ചേ. അതൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് കളിച്ചോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാവോ? ഞാനും എൻ്റെ ഹസ്ബൻഡും കുറേ ദിവസങ്ങളായിട്ട്, കുറേ നാളുകളായിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ചോറും പാത്രത്തിൽ ചോറുണ്ണണം. ചോറും പാത്രം എന്ന് ഞങ്ങൾ പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഇപ്പോഴത്തെ ഒരു ടൈപ്പ് ഓഫ് പാത്രങ്ങളല്ല. ഇപ്പം നല്ല രസമുള്ള പാത്രങ്ങളൊക്കെയാണ്, പക്ഷെ പണ്ടത്തെ പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തേക്കൊരു നക്ലാച്ചിക് പാത്രം ഉണ്ടല്ലോ, കുഞ്ഞു കണ്ടോ? ഇങ്ങനത്തെ ചോറ് പാത്രം ഉണ്ടല്ലോ, ചോറ്റുപാത്രം. ഇങ്ങനത്തെ ചോറ് പാത്രത്തില് ചോറുണ്ണണം എന്ന് കുറേ നാളായിട്ട് അങ്ങനെ കൊതി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഒരു ദിവസം പുറത്ത് പോയി കഴിഞ്ഞപ്പോ ദൈവമേ പുറത്തേക്കൊന്ന് നോക്കിയതാ, അവിടെ സൂര്യൻ ഉദിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊന്ന് കാണാം, എന്തിലോട്ടെ. അപ്പം ഞങ്ങളിങ്ങനെ ഈ പാത്രം മേടിച്ചിട്ട് വന്നു. എന്നിട്ട് കുറേ ദിവസമായി പാത്രം അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, നിറയെ കറികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ടിഫിൻ ബോക്സ് പാക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പം അങ്ങനെ ഒരു ലോഡ് കറികളൊന്നും കൊണ്ടുപോകാറൊന്നുമില്ല. ചിലപ്പം ഒരു പയറ് തോരനോ അല്ലെങ്കിൽ വെണ്ടയ്ക്ക തോരനോ അങ്ങനെ എന്തെങ്കിലും ഒന്നോ രണ്ടോ കറി, കൂടിപ്പോയാൽ ഒരു കറിയാണ് പതിവ്. അങ്ങനെ രാവിലെ ഒരു ലോഡ് കറികളൊന്നും സാധാരണ എനിക്ക് തോന്നുന്നില്ല അമ്മമാരൊന്നും വെച്ച് കൊടുക്കാൻ പറ്റുമെന്ന്. പിന്നെ ചിലപ്പോൾ ഒരു ചാറുകറിയോ അല്ലെങ്കിൽ ഒരു തോരൻ, അങ്ങനെയാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കങ്ങനെ കുറേ കറികളൊക്കെ കൊണ്ടുപോയി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നൊക്ലാച്ചി ആവില്ല. നമ്മുടെ നൊക്ലാച്ചിക് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മമ്മിമാർ തന്നു വിട്ടിരുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെ ചെയ്യണം. അപ്പോൾ എനിക്ക് ആ സമയത്തൊക്കെ പയറ് തോരൻ, ഉണക്കപ്പയറ് തോരൻ, അതുപോലെ വെണ്ടയ്ക്ക തോരൻ, പയറ് തോരൻ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ചെയ്യാന്ന് ഓർത്തു. ചെറുപയറ് അതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചെറുപയർ, ഒരു ഞങ്ങൾ വയ്ക്കുന്ന സ്റ്റൈൽ ഒരു മെഴുക്ക് വരട്ടിയും, പിന്നെ ഒരു തക്കാളി ചമ്മന്തി, അതെൻ്റെ ഫേവറേറ്റ് ആണ്. ഒരു തക്കാളി ചമ്മന്തി, പിന്നെ ഒരു ആഡംബരത്തിന് 2 മീനും വറുത്ത് വെക്കാം, പിന്നെ അച്ചാറ്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ലെവലിൽ വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് ഇപ്പം കാണിച്ച ചോറ് പാത്രം ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നല്ല ചൂട് ചോറ് എല്ലാം സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ രാത്രിയാണ് തുറക്കുന്നുള്ളൂ. രാത്രി ചോറുണ്ണുമ്പോൾ ചോറുണ്ണാൻ നേരത്തെ ഈ സാധനം തുറന്നിട്ടൊന്ന് കഴിക്കണം. അതുവരെ എനിക്ക് ഇരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് ഇങ്ങനെയൊന്ന് കഴിക്കണം. ഇതൊന്ന് തുറന്നിട്ട് ആ കറികളൊക്കെ ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചോറുണ്ണണം. അപ്പം ഞാനും കെട്ടിയവനും കുഞ്ഞും കൂടിയിട്ട് വൈകുന്നേരം ഇതിനകത്ത് ചോറിനും. ഇതുപോലത്തെ തന്നെ ഒരു പാത്രമായിരുന്നു എൻ്റെയും. അപ്പം എനിക്ക് കണ്ടു കഴിഞ്ഞപ്പം ഒരു കൊതി വന്നിട്ട് ഞാൻ മേടിച്ചതാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു റൗണ്ടും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ഇതിന് സെൻറ്ററിൽ റൗണ്ടില്ല. എന്നാലും കുഴപ്പമില്ല, മതിയല്ലോ. ഇഷ്ടമാണോ എനിക്ക് ഇങ്ങനത്തെ? ഇവരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ വലിയ സെറ്റപ്പ് പാത്രങ്ങളും ലഞ്ച് ബോക്സുകളും ഒക്കെ ആയിരിക്കും. ഇതുപോലെയുള്ളതൊന്നും ഇവര് കൊണ്ടുപോകാൻ സാധ്യതയില്ല. ഇത് തുറക്കാൻ പറ്റത്തില്ല, ഇത് വൈകുന്നേരം തുറക്കാൻ പറ്റുള്ളൂ. തുറക്കല്ലേ. അപ്പൊ ശരി ഗൈസ്, വൈകുന്നേരം കാണാം. ഞാൻ ഇരിക്കട്ടെ. വേണമെങ്കിൽ കുറച്ച് തരാം, കുറച്ച് മാത്രം. പണ്ട് സ്കൂളിലൊക്കെ ആയിരുന്നപ്പോഴേ ഇതിങ്ങനെ ഈ മുളകില്ല കേട്ടോ, ഇത് സ്കൂളിൽ കൊണ്ടുവന്നല്ല. ഇത് ഞാൻ എനിക്കിഷ്ടമായതുകൊണ്ട് എടുത്തിട്ട് വന്നാണേ. ഇപ്പം തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ചോറും പാത്രം നമ്മൾ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുട്ടിയിട്ടാണ് തുറക്കുക. പക്ഷേ ഇവിടെ കൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് പൊട്ടും എന്നുള്ളത് കൊണ്ട് നമ്മൾ വേറൊരു രീതിയിലാണ് ഇന്ന് തുറക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ടങ്ങ് തുറന്നു വന്നു. സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തുറക്കുമ്പോൾ തന്നെ സാധനം പല വഴിക്ക് പോയേനെ. തുറന്ന് വെക്കുന്നതും കൈയിട്ട് ഇങ്ങനെ എല്ലാം കൂടി ഇളക്കി അങ്ങ് പോകും.
അപ്പം ഞാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ. നമ്മൾ സാധാരണ നമ്മുടെ ഞങ്ങളെങ്ങനെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ കറികളൊക്കെ എന്തൊക്കെയായിരുന്നു? ഇതുപോലെ തന്നെ സെയിം തന്നെ. ഒരു മുട്ട പൊരിച്ച ഉണ്ടാവും, ചിലപ്പോൾ ഒരു അച്ചാറുണ്ടാവും, പിന്നെ ഇതുപോലൊക്കെ തന്നെ. ഞാൻ നോർമലായിട്ടുള്ളൊരു ചോറും പാത്രമാണ് ഉദ്ദേശിച്ചത്. ചിലവരൊക്കെ കുറേ കറിയൊക്കെ വെച്ചിട്ട് വായിൽ കൂടെ വെള്ളം വരുന്നു. നമ്മുടെ മീന് എന്തൊക്കെയുണ്ട് ഇതിൽ? മീൻ ഉണക്കമീൻ വറുത്തത്, ചെറുപയർ, അച്ചാറ്, തക്കാളി ചമ്മന്തി. സ്കൂളിൽ തക്കാളി ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഉച്ചയ്ക്ക്. അപ്പം നമുക്ക് കുറച്ച് തക്കാളി ചമ്മന്തി. മുളകൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ആ മുളക് എനിക്ക് വേണം. മുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് തക്കാളി ചമ്മന്തി വിത്ത് അതിൻ്റെ കൂടെയുള്ള ആ മുളക്, കുറച്ച് ചെറുപയർ. ഉച്ചയ്ക്ക് ഞാൻ അടച്ചു വെച്ചതാണ് ഇത്. അപ്പോൾ സമയം എന്താണെന്ന് അറിയോ? 11:30. വായിക്കോടെ വെള്ളം വരവ്. ഓക്കെ. എന്നിട്ട് നമ്മളില്ലേ, നമ്മുടെ ഈ മുളകിനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഞെരടണം. ഈ തക്കാളി ചമ്മന്തിക്കകത്ത് കിടക്കുന്ന നമ്മുടെ മുളക്, എന്നിട്ട് വായ മുളക്. എന്നിട്ട് നമുക്ക് നമ്മൾ മാറ്റി വയ്ക്കാം. എന്നിട്ട് കുഞ്ഞൊരു പീസ് നമ്മുടെ സ്രാവമീൻ വറുത്താണേ, അതും കൂടി അവിടെ വെക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടി അങ്ങോട്ട് മിക്സ്. വെളുത്തുള്ളി ഒക്കെ കിടപ്പുണ്ട്, അതൊക്കെ കൂടി അങ്ങോട്ട് ഞെരടണം. എന്നിട്ട് തക്കാളി ചമ്മന്തി ലേശം കുറവുണ്ടല്ലേ, കുറച്ചും കൂടി ഇട്ടേ. എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിക്കട്ടെ. അതിങ്ങനെ കുറേ അങ്ങോട്ട് എടുക്കണം ഒരുമിച്ച്. ഓ എരിവ് കൊള്ളാം. ഒരു വായും കൂടി ഞാൻ കഴിക്കട്ടെ. എൻ്റെ കെട്ടിയവന് പിന്നെ ഓഫീസിൽ ഫുഡ് കൊണ്ടുപോയിട്ട് കഴിച്ചിട്ട് ടിഫിൻ ബോക്സ് കഴിക്കുന്നതല്ല, തുറന്ന് കഴിക്കുന്ന നക്ലാ ചെക്ക് ചെയ്ത് കിട്ടുന്നുണ്ടാവൂലേ. അടിപൊളി. എന്നും ഞാനിന്ന് ഉച്ചയ്ക്ക് ചോറ് പാക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വെക്കും. അല്ല, ഇങ്ങനെ പാക്ക് ചെയ്താൽ മാത്രം പോരാ. നീ എന്നാ സ്കൂളിൽ പോണ്ടേ? അതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല. മാത്സ് ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പോകും. മാത്സ് ഉണ്ടെങ്കിൽ എനിക്ക് മാത്സ് ഇല്ലാത്ത ഒരേ ഒരു സാധനമുള്ളൂ, അംഗൻവാടി നഴ്സറി. അവിടെ നിന്ന് ഞാൻ തുടങ്ങേണ്ടി വരും. അപ്പം ഞാൻ എൻ്റെ കെട്ടിയോന് ഒന്ന് കൊടുക്കട്ടെ കേട്ടോ. ബായൊക്കെ കിട്ടിയാണേ. ഓ ഇരിയുന്നാശാനേ. ബാ, ഫോൺ അവിടെ കുത്തി വെക്കുക, അല്ലെങ്കിൽ തിരിച്ചു വെക്കുക. അച്ചാറ് കുറച്ച്. മുളക് വേണ്ടല്ലോ അല്ലേ? വേണ്ട. സാമ്പാറുണ്ട്, പക്ഷെ ഞാൻ എടുത്തില്ല. ഓക്കേ, ബാ. വായങ്ങ് തുറന്ന് മേടിക്കണ്ടേ? എരിവുണ്ടോ? കുഴപ്പമില്ല. ആ പണ്ടത്തെ ചോറും പാത്രം. അതെ, ആ ചോറും പാത്രവും. സ്കൂളിൽ പോകാൻ തോന്നുന്നു. എന്തോ? സ്കൂളിൽ പോകാൻ തോന്നുന്നു. സ്കൂളിലേക്കാ വിട്ടോ? കുഞ്ഞിയുടെ കൂടെ പോക്കും. അപ്പം നമുക്ക് കഴിച്ചിട്ട് പരിപാടി കടന്നുറങ്ങണല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. പിള്ളേരുടെ ചോറും പാത്രമൊക്കെ എടുത്തിട്ടേ ഇതുപോലെ ചോറൊക്കെ എടുത്ത് കറിയൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇടയ്ക്കൊക്കെ കഴിക്കുക. അപ്പം നമുക്ക് തന്നെ തോന്നും, ആ നമ്മൾ മുതുക്കായിട്ടില്ല, നമ്മൾ ഇപ്പോഴും തന്തവൈബും തള്ളവൈബൊന്നും ആയിട്ടില്ലെന്ന് വിചാരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം അത്രയല്ലേ ഉള്ളൂ. ബൈ.